നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നപ്പോൾ ഒരു 26 വയസ്സുള്ളൊരു കുട്ടിയാണ്. സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരുന്നു. അസുഖം നല്ല രീതിയിൽ കൺട്രോളായിരുന്നു. 5-6 കൊല്ലമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ പെട്ടെന്ന് അസുഖം കൂടുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് അസുഖം കൺട്രോൾ ആകുന്നില്ല. ഭയങ്കര വന്നപ്പോൾ 3 മാസത്തെ ഫോളോ അപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ESR 20 പെട്ടെന്ന് 60-70 വരുന്നു. നമ്മൾ ജോയിൻറ്റ്സ് നോക്കുമ്പോൾ എല്ലാ ജോയിൻറ്റ്സും കൺട്രോൾ ആയിരുന്നു, ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് മുട്ടി നീര് വയ്ക്കുന്നു, റിസ്റ്റ് നീര് വയ്ക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സാധാരണ ഇങ്ങനെ പലപ്പോഴും പല കാര്യം കൊണ്ട് വരാം. പെട്ടെന്ന് ചെറിയ ഫ്ലെയർ അപ്സ് ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ പല കാര്യം കൊണ്ട് വരാം, ചില സ്ട്രെസ് ഉണ്ടെങ്കിലൊക്കെ വരാം. പക്ഷേ ഈ വളരെ റെഗുലറായിട്ട് വളരെ സ്റ്റേബിളായിട്ട് വർഷങ്ങളോളം പോയിക്കൊണ്ടിരുന്ന പേഷ്യൻ്റ് പെട്ടെന്ന് ഫ്ലെയർ വന്നപ്പോൾ നമുക്കും കുറച്ചൊരു കൺസേണാണ് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളത്. പെട്ടെന്ന് അസുഖം കൂടി. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും സ്ട്രെസ്സൊന്നുമില്ല, വളരെ കറക്റ്റായിട്ടാണ് പോകുന്നത്, ഇൻഫെക്ഷനൊന്നുമില്ല, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ഇത്രയും കൊല്ലം 5-6 കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് ഈ അസുഖത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ മരുന്ന് മുടക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. കറക്റ്റായിട്ട് വന്നതാണ്. 3 മാസം മുമ്പ് വന്ന് പോയതാണ്. ആ സമയത്ത് കറക്റ്റ് ഫുൾ കൺട്രോളിലായിരുന്നു, റെമിഷനിലായിരുന്നു. ഇനിയിപ്പോൾ അത് കല്യാണമൊക്കെ ആലോചിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പോയ കുട്ടിയാണ്. പെട്ടെന്ന് അസുഖം കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. ആദ്യമൊന്നും പറഞ്ഞില്ല, എന്താണെന്ന് അറിയത്തില്ല ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ 1-2 പ്രാവശ്യം ഗുളിക കഴിച്ചിരുന്നോ എന്നൊന്ന് ചോദിച്ചിരുന്നപ്പോൾ പറഞ്ഞു മുടി കൊഴിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ മെത്തോട്രെക്സേറ്റ് നിർത്തി. മെത്തോട്രെക്സേറ്റ് 2 മാസമായിട്ട് കഴിക്കുന്നില്ല. കുറച്ച് മുടി കൊഴിച്ചിട്ട് കൂടി ഡോക്ടറെ. അപ്പം ഇത് മെത്തോട്രെക്സേറ്റിൻ്റെ ആണല്ലോ, ഞാൻ ഒന്ന് നിർത്തി നോക്കിയതാണ്. അപ്പോൾ അസുഖം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ നമ്മൾ ഒ പിയിലുള്ളപ്പോൾ നമ്മുടെ ഒരു വലിയൊരു പ്രൊപ്പോർഷൻ ഓഫ് പേഷ്യൻസ് പറയുന്നൊരു കംപ്ലയിൻ്റാണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നു എന്നുള്ളത്. ഈ മുടി കൊഴിച്ചിലേക്ക് നമുക്ക് പല കാര്യം കൊണ്ടുണ്ടാകാം. ഇപ്പം റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിലും SLEയിലാണെങ്കിലും ഒക്കെ ഈ അസുഖം കൂടിയ സമയത്ത് മുടി കൊഴിച്ചിലുണ്ടാകും. പല കാര്യം കൊണ്ടുണ്ടാകും. ഒന്ന്, അസുഖം കൂടുന്ന സമയത്ത് മുടി കൊഴിച്ചിലുണ്ടാകാം. എസ്പെഷ്യലി SLEയിലൊക്കെ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് SLEയുടെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ മരുന്നുകൾ കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാകാം. മെത്തോട്രെക്സേറ്റ്, ലെഫ്ലൂണമൈഡ് പോലെ മരുന്നുകളാണ് ഇത് ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. ഫോളിട്രാക്സ് ലെഫ്റ്റ് എന്നൊക്കെ പറയും. അങ്ങനത്തെ മരുന്നുകളാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാക്കുന്നത്. മുടി കൊഴിച്ചിലുണ്ടാക്കാത്ത കുറേ മരുന്നുകളുണ്ട് കേട്ടോ. മൂന്നാമത്തത് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടേ വരാം, അയണിൻ്റെ കുറവ്, സിങ്കിൻ്റെ കുറവ്, ബയോട്ടിൻ പോലുള്ള വിറ്റമിൻ്റെ കുറവ്, ഇതുകൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാകാം. അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാകാം. നമുക്ക് ശരീരത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, വലിയ സിവിയർ ഇൻഫെക്ഷൻ വന്നു പോയി, അപ്പോഴും മുടി കൊഴിച്ചിലുണ്ടാകാം. അപ്പോൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് എനിക്ക് ഒ പിയിൽ വന്ന് പറഞ്ഞാൽ ഒരു 20% ആൾക്കാരെങ്കിലും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾ ഇത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടെന്ന് നമ്മൾക്ക് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പലപ്പോഴും മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ മരുന്ന് അസുഖം കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിക്കണം. അപ്പോൾ മരുന്നിന് ചില തരത്തിലുള്ള ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റിന് ചിലർക്ക് കൗണ്ട് കുറയാം, ചിലർക്ക് SGPT കൂടാം. അതൊക്കെ സീരിയസ് സൈഡ് എഫക്ട്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കെയർ കൊടുക്കേണ്ട സൈഡ് എഫക്ട്സ് ആണ്. കാരണം അത് ഇൻറ്റേർണൽ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലോങ്ങിറ്റിവിറ്റി, നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നുള്ളത് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. മുടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആളുകളിലേക്ക് പറയും, പണ്ട് കാലത്ത് നമ്മൾ വൈറ്റ്നസ് ക്രീംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ, ഫെയർനെസ് ക്രീംസ്. നമ്മളെല്ലാം കറുപ്പൊരു പ്രശ്നമാണെന്നും എല്ലാവരും വെളുത്തിരിക്കണമെന്നും നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു ക്യാമ്പയിനായിട്ടാണ് ഞാൻ പലപ്പോഴും അതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിലൊരു പ്രശ്നമാണ്, മുടി ഇല്ലാത്തതൊരു സ്റ്റിഗ്മയാക്കി കുറേ പരസ്യങ്ങളും കുറേ ക്യാമ്പയിൻസും ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണെന്നൊന്നും ആളുകൾക്ക് മുടി ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്, മുടി കൊഴിയുന്നൊരു ഭയങ്കര പ്രശ്നമാണെന്ന് കളയുന്ന കുറേ ആളുകളുണ്ട്. ആണുങ്ങൾക്കും ഉണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്. ആണുങ്ങൾക്കാണ് കൂടുതലെന്ന് തോന്നുന്നു, പക്ഷേ പെണ്ണുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിനെ നമുക്ക് തടയാനായിട്ട് ഞാൻ പറയും അതുകൊണ്ട് ഈ മുടി എന്ന് പറയുന്നത് ഒരു ആളുകൾ എന്താ പറയുക, മുടി കൊഴിയുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി അഫക്റ്റഡ് ആകാറുണ്ട്. ഞാൻ ആളോട് പറയുന്നത് മുടി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ നോക്കുമ്പോൾ മുടി കളർ എന്നതൊന്നും വലിയൊരു നമ്മുടെ ലോങ്ങിറ്റിവിറ്റിയോ നമ്മുടെ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ എങ്ങനെ പോകുന്നു എന്നുള്ളതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ഒൺലി തിങ് ഈസ് നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കരുത്. നമ്മൾ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് ആളുകൾ പറയും, കഴിഞ്ഞ ദിവസം തന്നെ ആളുകൾ വന്ന് പറയും ഡോക്ടറെ മുടി കൊഴിയുന്നുണ്ട്. ഞാൻ പറയും മുടി കൊഴിയും, അതൊരു പ്രായമാകുമ്പോൾ കുറയും, നമ്മുടെ ഹോർമോൺസിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ് ആണ്, അതിനങ്ങനെ തന്നെയാണ്. അതിൽ നമ്മൾ കണ്ടമാനം വറീഡ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ മുടി കൊഴിച്ചിൽ നമ്മളെ കോൺഫിഡൻസിനെ ബാധിക്കാത്തിടത്തോളം, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കാത്തിടത്തോളം മുടി കൊഴിച്ചിൽ പ്രശ്നമേ അല്ല. പക്ഷേ ചിലർക്ക് അത് അപ്പിയറൻസിനെ ബാധിക്കുന്നുണ്ട്. തങ്ങൾ പ്രസൻറ്റ് ഫോർ എക്സാമ്പിൾ സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കും, അവർക്ക് അവരുടെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം, അങ്ങനെ ഫിലിം ഇൻഡസ്ട്രി ഉള്ളവരായിരിക്കും, അവർക്കൊക്കെ അവരുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി അപ്പം നമ്മൾ മുടി കൊഴിച്ചിട്ട് പ്രശ്നം തന്നെ ആകാം.
മുടി കൊഴിച്ചിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. അത് അസുഖം കൊണ്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ SLE ആണെങ്കിൽ SLEയുടെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറയും. അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അസുഖം കൂടി നിൽക്കുന്ന സമയത്ത് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് അസുഖം കുറഞ്ഞ് വരുമ്പോൾ മുടി കൊഴിച്ചിൽ താനെ കുറഞ്ഞ് വരും. അപ്പോൾ അസുഖം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അയൺ, നമ്മുടെ ഹീമോഗ്ലോബിൻ കുറവാണോ, ഫെറിറ്റിൻ ലെവൽ നോക്കുക. ഫെറിറ്റിൻ കുറവാണെങ്കിൽ അയൺ കൊടുക്കുക. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുക. വൈറ്റമിൻ ഡി നമ്മൾ എല്ലാ പേഷ്യൻസും ഓൾമോസ്റ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സിങ്ക് അല്ലെങ്കിൽ ബയോട്ടിൻ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, ഇത് കൊടുക്കുക. ബയോട്ടിൻ അത് കൊടുക്കുക. ബയോട്ടിനൊക്കെ വളരെ ഹെയർ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഈ മരുന്ന് കൊണ്ടാണോ നോക്കുക. മരുന്ന് കൊണ്ടാണെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കുന്ന റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് വളരെ സീരിയസ് ആയിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, 20-25 ജോയിൻറ്റിൽ നീർക്കെട്ടുണ്ട്, ഈ മെത്തോട്രെക്സേറ്റ് കഴിച്ച് വളരെ സ്റ്റേബിളായിട്ട് പോകുന്നെങ്കിൽ ചെറിയ മുടി കൊഴിച്ചിലാണ് നമ്മൾ പറയും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. കാരണം മെത്തോട്രെക്സേറ്റ് മാറ്റി വേറൊരു മരുന്നിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം അതുപോലെ കൺട്രോൾ ആയിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, മെത്തോട്രെക്സേറ്റ് ലെഫ്ലൂണമൈഡും ആണ് ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് HCQലോട്ട് മാറ്റാം, അല്ലെങ്കിൽ സൾഫാസലസിൻ, ടൊഫാസെറ്റിബ്, അങ്ങനെയുള്ള പല മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ഇഗ്രറ്റിമോഡ്, അങ്ങനെ പല മരുന്നുകളിലേക്ക് നമുക്ക് മാറ്റാം. പക്ഷേ പ്രശ്നം വെച്ചാൽ മെത്തോട്രെക്സേറ്റ് ആഴ്ചയിൽ ഒരു ദിവസം 2.5 മില്ലിഗ്രാമോ 3 മില്ലിഗ്രാമോ കഴിച്ചുകൊണ്ടിരുന്ന ആൾ വളരെ ചെറിയ ചിലവിൽ നല്ല രീതിയിൽ അസുഖം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ഗുളികൾക്ക് ഡെയിലി കഴിക്കേണ്ടി വരും. ഡെയിലി 1-2 നമ്മൾ ഈ മെത്തോട്രെക്സേറ്റിൻ്റെ ഒരു ലെവൽ എത്തണമെങ്കിൽ അത് മറ്റേ 1-2 ദിവസം ദിവസം ഒരു ഗുളികയോ 2 ഗുളികയോ കഴിക്കേണ്ടത്. അപ്പോൾ ചിലവും കൂടും, അതിൽ ഗുളികയുടെ എണ്ണവും കൂടും. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് ഓഫ്, ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കി അപ്പം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ഗുളിക മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് മെത്തോട്രെക്സേറ്റ് കൊണ്ട് കാരണം മുടി കൊഴിച്ചിൽ വരുന്നു എന്നാണ് കുട്ടി വിചാരിച്ചിരുന്നത്. പക്ഷേ അവസാനം നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തൈറോയ്ഡ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ അയണിൻ്റെ ലെവലും ബോഡി വളരെ കുറവായിരുന്നു. അപ്പോൾ തൈറോയ്ഡ് റീപ്ലേസ് ചെയ്തു, അയണിൻ്റെ ഗുളിക കൊടുത്തു, എന്നിട്ട് മെത്തോട്രെക്സേറ്റ് റീസ്റ്റാർട്ട് ചെയ്ത് വിട്ടു. ഇപ്പോൾ കാരണം ഭയങ്കര വേദന കൂടിയിരിക്കുകയാണ്. ഈ സമയം മെത്തോട്രെക്സേറ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുടി കൊഴിച്ചിൽ കൂടുകയാണ്. അങ്ങനെ ഈ തൈറോയ്ഡ് റീപ്ലേസ് ചെയ്ത ശേഷവും മുടി കൊഴിച്ചിൽ പ്രശ്നമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഗുളിക മാറ്റാമെന്ന് പറഞ്ഞ് അഷ്വർ ചെയ്ത് വിട്ടു. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗുളിക നിർത്തി അസുഖം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതേ ഗുളിക തുടങ്ങിയാൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്ത് കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ചിലപ്പം അത് അസുഖം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടോട്ടലി അസുഖമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം, തൈറോയിഡോ അയൺ ഡെഫിഷ്യൻസിയോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഡിസിൻ്റെ ചെറിയൊരു പാർശ്വഫലമായിട്ടും വരാം. അപ്പോൾ ഇതിലേതാണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടൊരു തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു പരിഹാരം കിട്ടുകയും ചെയ്യുള്ളൂ.